Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ MCN 301 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫോർത്ത് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, വെതർ ഈ ടോപ്പിക്സാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് വാംസ് ദി എർത്ത് സർഫസ്. അപ്പോൾ എർത്ത് സർഫസിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എർത്ത് സർഫസിനെ വാം ചെയ്യുന്ന വാംനെസ് കൂടുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ദ എനർജി ഓഫ് സൺ ഈസ് എമിറ്റഡ് ആസ് ഹീറ്റ് റേഡിയേഷൻ. സണ്ണിൽ നിന്ന് വരുന്ന എനർജി ഹീറ്റ് റേഡിയേഷൻസ് ആയിട്ടാണ് നമ്മുടെ എർത്ത് സർഫസിലേക്ക് വരുന്നത്. സം ഓഫ് ദ റേഡിയേഷൻസ് സച്ച് എസ് നിയർ ഇൻഫ്രാറെഡ് റേസ് ആർ പെനട്രേറ്റഡ് ആൻഡ് സം ഹീറ്റ് റേഡിയേഷൻസ് വിത്ത് ലോങ് വേവ് ലെങ്ത് ആർ അബ്സോർബ്ഡ് ആൻഡ് റീറ്റെയിൻഡ് ബൈ എർത്ത് സർഫസ്. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ഈ ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ചിലത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്, അത് പെനട്രേറ്റ് ചെയ്ത് പോകും. ചില ഹീറ്റ് റേഡിയേഷൻസ്, നല്ല ലോങ് വേവ് ലെങ്ത് ഉള്ള ഹീറ്റ് റേഡിയേഷൻസ് എർത്തിൻ്റെ സർഫസ് അബ്സോർബ് ചെയ്യുകയും എർത്തിൻ്റെ സർഫസിൽ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. സം ഓഫ് ദിസ് അബ്സോർബ്ഡ് ഹീറ്റ് ഈസ് റേഡിയേറ്റഡ് ബൈ ദ ഹീറ്റഡ് എർത്ത്. അങ്ങനെ എർത്ത് സർഫസിലേക്ക് എത്തുന്ന ഈ ഒരു അബ്സോർബ് ചെയ്ത ഹീറ്റ് അതിൽ കുറേയൊക്കെ എർത്ത് സർഫസ് തിരിച്ച് റേഡിയേറ്റ് ചെയ്യും, അറ്റ്മോസ്ഫിയറിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വിടും ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതനുസരിച്ച്. ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ എനർജി ബാലൻസ് ബിറ്റ്വീൻ ഹീറ്റ് എനർജി റീച്ചിങ് ദ എർത്ത് സർഫസ് ആൻഡ് ഹീറ്റ് എനർജി റേഡിയേറ്റഡ് ബാക്ക് ഇൻ ടു ദ സ്പേസ്. അപ്പോൾ എർത്തിൻ്റെ ടെമ്പറേച്ചർ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് ഒരു ബാലൻസിങ്ങിലാണ്. അതായത് എർത്തിലേക്ക് റീച്ച് ചെയ്യുന്ന ഹീറ്റ് എനർജി എത്രയാണോ അതേപോലെ എർത്തിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് സ്പേസിലേക്ക് പോകുന്ന ഹീറ്റ് എനർജി എത്രയാണോ ഇതിൻ്റെ ഒരു ബാലൻസിലാണ് നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ഫോസിൽ ഫ്യൂവൽസ് ബേസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, man's degenerative lifestyle based on over exploitation of resources like coal, oil, gases result in unprecedented rise in concentration of greenhouse gases like carbon dioxide, methane, chlorofluorocarbons, ozone, water vapor, etc. അപ്പോൾ ഈ ഒരു ബാലൻസ് ചേഞ്ച് ആകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോസിൽ ഫ്യൂവൽ വെച്ചിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ നമ്മൾ മനുഷ്യരുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഡിപ്ലീറ്റ് ചെയ്യുന്ന റിസോഴ്സ് ആയിട്ടുള്ള കോള്, ഓയിൽ, മറ്റ് ഗ്യാസസ്, ഇതുകൊണ്ടുള്ള ഓവറായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അതുകൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, CFCs, ഓസോൺ, വാട്ടർ വേപ്പർ. ഇതെല്ലാം കാരണം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ ഒരു ടെമ്പറേച്ചർ ബാലൻസ്, ഹീറ്റ് ബാലൻസ് ഇപ്പോൾ അൺസ്റ്റേബിളായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു നമ്മുടെ എർത്ത് വാമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദീസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ ലോവർ ലെവൽസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ വിൽ ആക്ട് ലൈക്ക് ഗ്ലാസ് ഓഫ് ഗ്രീൻ ഹൗസ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്, നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എർത്തിൻ്റെ ലോവർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഒരു ഗ്ലാസ് ലെയറായിട്ട് കാണപ്പെടും. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. Like glass, they are transparent to the near infrared rays of short wavelength but are opaque to the heat radiated by the heated earth of long wavelength and trap them. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇതുപോലെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്ലാസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ഒക്കെ ഇത് കടത്തി വിടും, പക്ഷേ തിരിച്ച് സർഫസ്, എർത്ത് സർഫസ് ഹീറ്റായിട്ട് റേഡിയേറ്റ് ചെയ്യുന്ന റേഡിയേഷൻസും ഹീറ്റ് എനർജീനെയൊക്കെ ഇതിവിടെ പിടിച്ച് ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റ് എനർജി റാൻഡമായിട്ട് റൈസ് ചെയ്യും. ബട്ട് നോട്ട് ലെറ്റിംഗ് ദ സോളാർ റേസ് ടു എസ്കേപ്പ് ഇൻ ടു ദ ഔട്ടർ സ്പേസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആഡ് ടു ദ ഹീറ്റ് ദാറ്റ് ഈസ് ഓൾറെഡി പ്രസൻറ്റ് ഓൺ ദ എർത്ത് സർഫസ്. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓൾറെഡി എർത്തിൽ നിന്ന് വരുന്ന സോളാർ റേസ് ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് സർഫസിൽ ടച്ച് ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് റേഡിയേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകണം. എങ്കിലേ ആ ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ബാലൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ ഒരു ലെയറായിട്ട് ഫോം ചെയ്തിട്ട് എർത്തിൽ നിന്നുള്ള ഗ്യാസിനെ റേഡിയേറ്റ് ചെയ്യാനായിട്ട് ഇത് പെർമിറ്റ് ചെയ്യില്ല. അതുവഴി നമ്മുടെ എർത്ത് സർഫസിലെ ടെമ്പറേച്ചർ കൂടും. ദിസ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് കോമൺലി നോൺ ആസ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഈ രീതിയിൽ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓൺ എ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഗ്ലോബലി ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോക്കൽ രീതിയിലാണ് പറയുന്നത്.
നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ടെമ്പറേച്ചർ കൂടി എന്നുള്ള രീതിയിൽ ലോക്കൽ രീതിയിലാണ് പറയുന്നത്. ഇതിനെ തന്നെ ഗ്ലോബലി വേൾഡ് വൈഡായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ദേ പോസ് ദ ഫോളോയിങ് ത്രെറ്റ്സ്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് നോക്കുന്നത്. ദ റൈസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ വിൽ റിസൾട്ട് ഇൻ മെൽറ്റിംഗ് ഓഫ് ഐസ് masses in Arctic and Antarctic regions resulting in rising in sea level. അപ്പോൾ ഗ്ലോബലി ഉള്ള ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ആർട്ടിക് അന്റാർട്ടിക് റീജിയൻസിലുള്ള ഐസ് ഒരുപാട് അധികം മെൽറ്റ് ചെയ്യും, അതുവഴി നമ്മുടെ സീ ലെവൽ റൈസ് ചെയ്യുകയും ചെയ്യും. വിത്ത് ദ കോൺസിക്വൻസ് ദർ വുഡ് ബി സബ്മർജൻസ് ഓഫ് മെനി ലോ ലേയിങ് കോസ്റ്റൽ ഏരിയാസ്. അപ്പോൾ ഈ സീ ലെവൽ റൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ലോ ലൈയിങ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളത്താൽ സബ്മർജ് ചെയ്യപ്പെടും. Flooding of the coastal areas will cause massive soil erosion, siltation, contamination of water, waterborne diseases. അപ്പോൾ ഈ രീതിയിൽ കോസ്റ്റൽ ഏരിയാസൊക്കെ സബ്മർജ് ചെയ്യുന്ന സമയത്ത് ഫ്ലഡിങ് ഉണ്ടാവും അല്ലേ? പല കോസ്റ്റൽ ഏരിയാസിലും ഫ്ലഡിങ് ഉണ്ടാവും. ഫ്ലഡിങ് ഉണ്ടാകുന്ന സമയത്ത് മാസ്സായിട്ട് സോയിൽ എറോഷൻസ് ഉണ്ടാവും. സിൽട്ടേഷൻ, മണ്ണ് മാറി ഒരുപാടെടുത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് സിൽട്ടേഷൻ സംഭവിക്കും. വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്യും. വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ അവിടെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ എഫക്റ്റുകളൊക്കെ ഉണ്ടാവും. ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ദ സമ്മർ വിൽ ബി ലോങ്ങർ ആൻഡ് ദ ഹോട്ടർ വേറസ് വിൻ്റർ വിൽ ബി ഷോർട്ടർ ആൻഡ് വാമർ. ഈ പറഞ്ഞ ടെമ്പറേച്ചർ കൂടുന്ന ഏരിയയിൽ സമ്മർ സീസൺസൊക്കെ നല്ല ലോങ്ങറും ആയിരിക്കും, ഹോട്ടറും ആയിരിക്കും. നേരെ മറിച്ച് വിൻ്റർ കാലവർഷങ്ങളൊക്കെ വളരെ ചെറുതും എന്നാൽ വാമറും ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഒരു കോസസ് അല്ല അതിൻ്റെ എഫക്റ്റാണ് പറയുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ത്രെട്ടുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. The already dry subtropical region may become drier and the tropical region become wetter. അപ്പോൾ ഓൾറെഡി സബ്ട്രോപ്പിക്കൽ ആയിട്ടുള്ള റീജിയൻ കുറച്ചുകൂടി ഡ്രയർ ആകുകയും ചെയ്യും. ട്രോപ്പിക്കൽ ആയിട്ടുള്ള റീജിയൻസ് കുറച്ചുകൂടി വെറ്റർ, മഴ കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യും. ഡെസേർട്ടിഫിക്കേഷൻ, ഡ്രൗട്ട്, ഫാമിൻ വുഡ് ലീഡ് ടു മൈഗ്രേഷൻ ഓഫ് പോപ്പുലേഷൻ ആൻഡ് ന്യൂ അർബനൈസേഷൻ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമി വൽക്കരണം, അതായത് ഓൾറെഡി നല്ല ഗ്രീനായിട്ട് ഇരിക്കുന്ന ലാൻഡ് പതുക്കെ വരണ്ട് ഡെസേർട്ട് പോലെ ആവും. ഡ്രൗട്ട്, ഫാമിൻ, അതുപോലെ വരൾച്ച, നമ്മുടെ ഭക്ഷണം കിട്ടായ്മ, അതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പോപ്പുലേഷൻസൊക്കെ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ന്യൂ അർബനൈസേഷൻ ഫോം ചെയ്യും. അപ്പോൾ ഉള്ള ആ ഒരു സ്ഥലം നശിച്ച് വരൾച്ച ബാധിച്ചു പോകും. ആ ആൾക്കാർ ഡെവലപ്മെൻറ്റുള്ള ഫെസിലിറ്റിയുള്ള സ്ഥലങ്ങളിലേക്ക് മാറി അവിടെ ഒരു പുതിയ ന്യൂ അർബനൈസേഷൻ ഫോം ചെയ്യും. ഡ്യൂ ടു ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് the growth and yield of plants will increase resulting in rapid depletion of nutrients from soil. അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ അമിത കോൺസെൻട്രേഷൻ മൂലം പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും ഈൽഡും പെട്ടെന്ന് നടക്കും. പ്ലാന്റ്സിൻ്റെ ആ ഒരു വളർച്ചയും അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളുടെ ഈൽഡും ഒക്കെ പെട്ടെന്ന് നടക്കും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ സോയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഡിപ്ലീറ്റ് ചെയ്തു പോകും. Disruption of ecosystem by increase in rainfall, altered crop pattern and adverse effect on flora and fauna. അപ്പോൾ ഇതിന് വഴി നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള റെയിൻഫോൾ ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യും. ഒരു 9 to 10% ഒക്കെ യൂഷ്വലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു ക്രോപ്പിനൊരു പാറ്റേൺ ഉണ്ട്. അത് ജനുവരി ടു മെയ് നമ്മൾ ഒരു ക്രോപ്പ് നടും, അത് കഴിഞ്ഞാൽ റെയിനി സീസൺ കഴിഞ്ഞാൽ വേറൊരു ക്രോപ്പ് നടും. അപ്പോൾ ഈ ക്രോപ്പ് പാറ്റേൺസിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. അതൊക്കെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. Some other major effects are extra water vapor which is present in the atmosphere falls again as rain which lead to flood in various regions of the world. ഇനി മറ്റു ചില ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റ് കൂടുന്നതുകൊണ്ട് കുറേ എക്സ്ട്രാ വാട്ടർ വേപ്പർ നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടും. ഈ എക്സ്ട്രാ വാട്ടർ വേപ്പർ വീണ്ടും റൈസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ ചെന്ന് കണ്ടൻസ് ചെയ്ത് കൂൾ ചെയ്ത് റെയിനായിട്ട് ഫോം ചെയ്യും. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന റെയിൻസ് കൊണ്ട് ചെറിയ ചെറിയ ഫ്ലഡുകൾ വേൾഡിൽ പല റീജിയൻസിലും കാണപ്പെടുകയും ചെയ്യും. When the weather turns warmer, evaporation process from both land and sea rises. അപ്പോൾ നമ്മുടെ വെതർ കണ്ടീഷൻ കൂടുതൽ വാമറായിട്ട് കാണപ്പെട്ട് കഴിഞ്ഞാൽ ഇവാപ്രേഷൻ പ്രോസസ്സ് ലാൻഡിൽ നിന്നും സീയിൽ നിന്നുമുള്ള ഇവാപ്രേഷൻ, നമ്മുടെ കരയിൽ നിന്ന് വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോകും. അതേപോലെ നമ്മുടെ സീ സോഴ്സസ്, വാട്ടർ സോഴ്സസിൽ നിന്നൊക്കെ ഈ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ പെട്ടെന്ന് നടക്കും. This leads to drought in the regions where increased evaporation process is not compensated by increased precipitation. അപ്പോൾ ചില ഏരിയാസിൽ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവാപ്രേഷൻ പ്രോസസ്സ് നല്ല പെട്ടെന്ന് കാര്യമായിട്ട് നടക്കും, പക്ഷേ അവിടെ തന്നെ പ്രസിപ്പിറ്റേഷൻ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഒരു ഏരിയയിൽ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോയി,
ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് റൈസ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് ചിലപ്പോൾ റെയിൻഫോൾ ആകുന്നത് ചിലപ്പോൾ അവിടെ തന്നെ ആണോന്നില്ല, വിൻഡിൻ്റെയൊക്കെ എഫക്റ്റ് കൊണ്ട് വേറെ ഏതെങ്കിലും റീജിയനിലായിരിക്കും. അപ്പോൾ ഇവാപ്പറേഷൻ കൂടുതൽ നടക്കുകയും പ്രസിപ്പിറ്റേഷൻ നടക്കുകയും ചെയ്യാത്ത സ്ഥലങ്ങളിൽ വരൾച്ച ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. In some areas of the world, this will result in crop failure, famine, particularly in areas where temperatures are already high. അപ്പോൾ ടെമ്പറേച്ചർ ഓൾറെഡി ഹൈ ആയിട്ടുള്ള ഏരിയയിൽ ഗ്ലോബൽ വാർമിംഗ് മൂലം വീണ്ടും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവിടെ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ കാലാകാലങ്ങളായിട്ട് ഈ അഗ്രികൾച്ചറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഓരോ മാസം ഇന്ന വിളകൾ നടും, അത് കഴിഞ്ഞാൽ അടുത്ത ഒരു ക്രോപ്പ് നമ്മൾ നടും. അപ്പോൾ ആ ഒരു ക്രോപ്പ് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ കൃഷി നാശം ഉണ്ടാവും. അപ്പോൾ അത് എന്തുണ്ടാവും, ഫാമിന് കാരണമാവും. The extra water vapor content in the atmosphere will fall again as an extra rain, hence causing flood. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റാണ്. The towns and villages which are depend on the melting of water and snowy mountains may suffer drought and scarcity of water supply. അപ്പോൾ ഈ ചില ടൗൺസും വില്ലേജും ഒക്കെ വാട്ടർ സ്നോ മൗണ്ടൻസിൽ നിന്ന് മെൽറ്റ് ചെയ്ത് വരുന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് വേനൽക്കാലം നല്ല ഹോട്ട് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് മെൽറ്റിങ് കിടന്ന് അവിടെ ഡ്രൗട്ടൊക്കെ ഉണ്ടാവും. ചില സമയത്ത് അവിടെ വാട്ടർ സ്കേർസിറ്റി ഉണ്ടാവും. ദ ഗ്ലോബൽ വാർമിംഗ് ക്യാൻ സിവിയർലി അഫക്ട് ദ ഹെൽത്ത് ഓഫ് ലിവിങ് ബീയിങ്. ഈ ഗ്ലോബൽ വാർമിംഗ് ഈ പറഞ്ഞ എഫക്റ്റ് കൂടാതെ അതിൻ്റെ അകത്തുള്ള ജീവജാലങ്ങൾ, മനുഷ്യരുൾപ്പെടെ മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ, അങ്ങനെ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. എക്സസ് ഹീറ്റ് ക്യാൻ കോസ് സ്ട്രെസ്സസ് വിച്ച് മേ ലീഡ് ടു ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് ഡിസീസസ്. അപ്പോൾ ഇതുപോലെ എക്സസ് ഹീറ്റ് ഉള്ള സ്ഥലങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സ് വരും, അതുപോലെ ബ്ലഡ് പ്രഷറും ഹാർട്ട് ഡിസീസൊക്കെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. Crop failure and famines, which are direct consequence of heating up of earth, can cause a decline in human body resistance to virus and infection. അപ്പോൾ ക്രോപ്പ് ഫെയിലിയറും ഫാമിൻസൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതുവഴി അത് കുറച്ച് കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു, എർത്തിൻ്റെ ഹീറ്റിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ വൈറസിനും ഇൻഫെക്ഷനും പ്രതിരോധിക്കാനുള്ള റെസിസ്റ്റൻസും കുറയും നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചു കഴിഞ്ഞാൽ. Global warming may also transfer various diseases to other regions as people shift from regions of high temperature regions to comparatively low temperature region. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് പറയുന്നത്, ഒരു സ്ഥലത്തുള്ള ആൾക്കാർ അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവർ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറും അല്ലേ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഈ ഒരു റീജിയനിൽ കാണപ്പെടുന്ന എല്ലാ അസുഖങ്ങളോട് കൂടിയായിരിക്കും അവർ അടുത്ത റീജിയനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് പല ഡിസീസുകളും മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ദ വാമർ ഓഷൻ ആൻഡ് അതർ സർഫസ് വാട്ടർ മേ ലീഡ് ടു സിവിയർ കോളറ ഔട്ട്ബ്രേക്സ് ആൻഡ് ഹാംഫുൾ ഇൻഫെക്ഷൻസ് ഇൻ സം ഏരിയാസ് ഓഫ് സീ ഫ്ലഡ്. അപ്പോൾ ഈ വാമറായിട്ട് കിടക്കുന്ന ഓഷ്യൻസും മറ്റ് ഓപ്പണായിട്ട് കിടക്കുന്ന വാട്ടർ സർഫസും ഒക്കെ കോളറ ഔട്ട്ബ്രേക്ക് അതുപോലെ ഹാംഫുൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകുമ്പോൾ കോളറ ഔട്ട്ബ്രേക്കും ഹാംഫുൾ ഡിസീസൊക്കെ സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ കീഴിൽ പറയുന്നത്. ഇത് തന്നെ നമ്മൾ ഗ്ലോബലി കൺസിഡർ ചെയ്താൽ അതാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് പറയുന്നത്. ഡ്യൂ ടു ഇൻക്രീസിങ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ബേണിംഗ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ്സ് to increase agriculture production, decaying of agriculture products and other human activities, the concentration of greenhouse gases in the atmosphere have been increasing, resulting in enhanced greenhouse effect, which is often referred to as global warming. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അമിതമായിട്ട് ഫോസിൽ ഫ്യൂവൽ കത്തിക്കുക, ഫോറസ്റ്റ് ലാൻഡുകളൊക്കെ കത്തിച്ച് നമ്മൾ അഗ്രികൾച്ചറിലേക്ക് മാറ്റുക, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ ഡീക്കേ ചെയ്തു പോവുക, പിന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമ്മൾ അർബണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന സ്മോക്കുകൾ, ഇതെല്ലാം കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അതുവഴി നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ നമ്മൾ ഗ്ലോബലി പറയുന്ന ഒരു ടേമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ദ മേജർ കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഈസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനുള്ള മേജറായിട്ടുള്ള കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് അന്തരീക്ഷത്തിൽ കൂടുന്നതുകൊണ്ടാണ്. ദേ ഇൻക്ലൂഡ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഇൻ സം കേസസ് ക്ലോറിൻ ആൻഡ് ബ്രോമിൻ കണ്ടെയ്ൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് നമ്മൾ പറയുന്നത് CO2, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ചില ക്ലോറിൻ ബ്രോമിൻ കമ്പോണൻസും ഇതിൻ്റെ അകത്ത് പെടും. ദ ബിൽട്ടപ്പ് ഓഫ് ദീസ് ഗ്യാസസ് ഇൻ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ദ റേഡിയേറ്റീവ് ഇക്വിലിബ്രിയം ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഈ ഗ്യാസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ റേഡിയേറ്റീവ് ഇക്വിലിബ്രിയം തകരാറിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു, സണ്ണിൽ നിന്ന് വരുന്ന റൈസ് ഭൂമിയിലേക്ക് വന്ന് കുറേ റൈസൊക്കെ അത് തിരിച്ച് പോകുന്നുണ്ട്.
ആ ഒരു ബാലൻസിലാണ് നമ്മുടെ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഡിയേറ്റീവ് ഇക്വിലിബ്രിയം അറ്റ്മോസ്ഫിയറിൽ നിന്ന് നഷ്ടമാകും. Their overall effect is to warm the Earth's surface and the lower atmosphere because greenhouse gases absorb some of the outgoing radiations of Earth and re-radiate it back to the surface. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എഫക്റ്റ് കൊണ്ട് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി വാമറാവും. അതിന് കാരണം എർത്തി വന്ന് ടച്ച് ചെയ്യുന്ന റേഡിയേഷൻസ് തിരിച്ച് റീറേഡിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സമ്മതിക്കില്ല. അപ്പോൾ അതെന്തായിരിക്കും, അത് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് പോകാതെ തിരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ, നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ തന്നെ അടങ്ങി നിൽക്കും. അതുവഴി എർത്ത് കുറച്ചുകൂടി വാമറാവും. ദ സെക്കൻഡ് മേജർ കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഇനി ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനാണ്. ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഓസോൺ ലെയറാണ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്ത് ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സെക്കൻഡറി എഫക്റ്റായിട്ട് നമുക്ക് പറയാം. ദിസ് ഹാപ്പൻസ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ കണ്ടെയ്നിങ് സോഴ്സ് ഗ്യാസസ്. അപ്പോൾ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ക്ലോറിൻ അടങ്ങിയ ഗ്യാസസിൻ്റെ എമിഷൻസ് കൊണ്ടാണ്. വെൻ അൾട്രാവയലറ്റ് ലൈറ്റ് ഈസ് പ്രസൻറ്റ്, ദീസ് ഗ്യാസസ് ഡിസോസിയേറ്റ് റിലീസിങ് ക്ലോറിൻ ആറ്റംസ് which then catalyzes the ozone destruction. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് റേസ് അന്തരീക്ഷത്തിലുള്ള ഗ്യാസസുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ക്ലോറിൻ ആറ്റംസ് റിലീസ് ചെയ്യും. ഇപ്പോൾ ക്ലോറിൻ കണ്ടൻ്റുള്ള മീഥേൻ പോലത്തെ ഗ്യാസുകളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറിൻ കണ്ടൻറ്റ് റിലീസ് ചെയ്യും. ഈ ക്ലോറിൻ കണ്ടൻ്റാണ് ഓസോൺ ഡിസ്ട്രക്ഷൻ്റെ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. Aerosols present in the atmosphere are also causing global warming by changing the climate in two different ways. അറ്റ്മോസ്ഫിയറിലുള്ള എയറോസോളിൻ്റെ പ്രസൻസും നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. അത് രണ്ട് രീതിയിലാണ് അതിൻ്റെ കോസസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ്ലി ദേ സ്കാറ്റർ ആൻഡ് അബ്സോർബ് സോളാർ ആൻഡ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അപ്പോൾ ആദ്യം എയറോസോളിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് സ്കാറ്റർ ചെയ്ത് സോളാർ എനർജിയും ഇൻഫ്രാറെഡ് റേഡിയേഷനെ അത് അബ്സോർബ് ചെയ്യും. സെക്കൻഡ്ലി ദേ മേ ആൾട്ടർ ദ മൈക്രോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലൗഡ്സ് ആൻഡ് പെർഹാപ്സ് അഫക്ട് ദ ലൈഫ് ടൈം ആൻഡ് എക്സ്റ്റെൻഡ്. അപ്പോൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻഫ്രാറെഡ് സോളാർ റേഡിയേഷൻസ് കൊണ്ട് അതെന്ത് ചെയ്യും, ക്ലൗഡ്സിൻ്റെ മൈക്രോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ലൈഫ് ടൈം കൂട്ടുകയും കണ്ടീഷൻസ് മൊത്തത്തിൽ മാറ്റുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് കമ്പഷൻ, നമ്മൾ എന്തെങ്കിലും കത്തിക്കുമ്പോൾ CO2 എമിഷൻസ് ഉണ്ടാവും. ആനിമൽസ്, മാൻസ് ഒക്കെ നമ്മൾ ബ്രീത്ത് ചെയ്ത് കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യും. പിന്നെ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ വഴി കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എമിറ്റ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ആകെ അബ്സോർബ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് CO2 is naturally produced when the people and the animal breathe. Plants like take in and use carbon dioxide to produce their own food. ആകെ ഈ CO2 അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ CO2 അളവ് കുറക്കുന്നത് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് അതിൻ്റെ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ റിട്ടേൺ ടു ദ എയർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് കമ്പഷൻ ആൻഡ് ഡീകമ്പോസിഷൻ. അതുപോലെ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കത്തിക്കുമ്പോഴും ഡീകമ്പോസിഷനൊക്കെ സംഭവിക്കുമ്പോഴാണ്. രണ്ടാമത്തേതായിട്ട് വരുന്നത് മീഥേൻ ഗ്യാസാണ്. മീഥേൻ ഗ്യാസിൻ്റെ സോഴ്സ് എന്ന് വെച്ചാൽ ഫോസിൽ ഫ്യൂവലിൻ്റെ പ്രൊഡക്ഷൻ, വെറ്റ് ലാൻഡ്സ്, റൈസ് കൾട്ടിവേഷൻ, ടെർമൈറ്റ്സ്, അതുപോലെ ക്യാറ്റിൽസ്, ഗോഡ്സ്, ക്യാമൽസിൻ്റെയൊക്കെ എക്സ്ക്രീറ്റ, വേസ്റ്റ് എന്നൊക്കെ ഈ പറഞ്ഞിട്ട് മീഥേൻ ഗ്യാസസ് ഫോം ചെയ്യും. മീഥേൻ CH4 is emitted by natural sources such as wetlands as well as human activities such as leakages from natural gas system and raising of livestock. അടുത്തത് ക്ലോറോഫ്ലൂറോകാർബൺ. CFCs are anthropogenic compounds that have been released into the atmosphere since 1930 in various applications such as air conditioning, refrigeration, blowing agents in foams, insulations and packing materials, propellants in aerosol cans and as solvents. അപ്പോൾ CFCs ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങിയത് സിൻസ് 1930, 1990-കൾക്ക് ശേഷമാണ് നമ്മളിത് കൂടുതലായിട്ടും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് കൂടുതലായിട്ടും പുറത്തേക്ക് വരുന്നതിൻ്റെ കാരണം എയർ കണ്ടീഷനിൽ നിന്ന് വരുന്ന എക്സോസ് ഗ്യാസുകൾ, റെഫ്രിജറേറ്ററിൽ നിന്ന് വരുന്നത്, അതുപോലെ ബ്ലോയിങ് ഏജൻറ്റ്സ്, ഇൻസുലേഷൻസ്, പാക്കിംഗ് മെറ്റീരിയൽസ്, ഇതിൻ്റെയൊക്കെ അകത്താണ് അതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ടാണ് CFCs കൂടുതലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസാകുന്നത്. അടുത്ത വാട്ടർ വേപ്പർ.
വാട്ടർ വേപ്പർ ഈസ് ദ ഗേഷ്യസ് ഫേസ് ഓഫ് വാട്ടർ. നമുക്കറിയാം വാട്ടറിൻ്റെ ഒരു ഗേഷ്യസ് ഫോമിനാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ സ്റ്റേറ്റ് ഓഫ് വാട്ടർ വിത്തിൻ ദ ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ ഇത് ഹൈഡ്രോസ്ഫിയറിലെ വാട്ടറിൻ്റെ സ്റ്റേറ്റ് ആണ്. Water vapor can be produced from the evaporation or boiling of liquid water or from sublimation of ice. ഇപ്പോൾ വാട്ടർ വേപ്പർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സബ്ലിമേഷൻ ഓഫ് ഐസ്. സബ്ലിമേഷൻ എന്ന് വെച്ചാൽ ഐസ് ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ആകുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നൈട്രസ് ഓക്സൈഡ് ആണ്. Nitrous oxide is naturally present in the atmosphere as part of nitrogen cycle and has a varieties of natural sources. ഇപ്പോൾ നൈട്രസ് ഓക്സൈഡ് നാച്ചുറലി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ സൈക്കിളിൻ്റെ എഫക്റ്റ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അതുകൂടാതെ പല നാച്ചുറൽ പ്രോസസ്സ് വഴി നൈട്രജൻ ഗ്യാസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്താറുണ്ട്. However, human activities such as agriculture, fossil fuel combustion, waste water management, industrial processes are increasing the amount of nitrous oxide in the atmosphere. ഇതുകൂടാതെ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, ഫോസിൽ ഫ്യൂവൽസിൻ്റെ കമ്പഷൻ, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൻ്റെയൊക്കെ ഇൻക്രീസിങ് കാരണം നൈട്രസ് ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നതുകൊണ്ട് ഓഷ്യൻസിൻ്റെ അകത്തുള്ള വേസ്റ്റ് കണ്ടാമിനേഷൻ, അതുകൂടാതെ നാച്ചുറൽ സോയിൽസിൽ നിന്ന് വരാറുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന വഴി നൈട്രസ് ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് വെതർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. എന്താണ് വെതർ? When radiations from insolation strikes Earth, its top layer gets heated. ഇൻസുലേഷൻസ് എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ ആ റേഡിയേഷൻസിൻ്റെ ആ ഒരു ടേമിനാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ദ റേഡിയേഷൻസ് ഫ്രം ഇൻസുലേഷൻ സ്ട്രൈക്സ് എർത്തിൻ്റെ ടോപ്പ് ലെയർ നന്നായിട്ട് ഹീറ്റ് ചെയ്യപ്പെടും. The heat energy so created through the interplay of insolation and outgoing radiations is transferred to the overlying atmosphere through activities like condensation and convection. അപ്പോൾ ഈ രീതിയിൽ എർത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റും എർത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന റേഡിയേഷൻസും അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എർത്തിൽ നടക്കുന്ന കണ്ടക്ഷൻ കൺവെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വഴിയാണ്. ഡ്യൂ ടു ദിസ് as well as the movement of earth, air moves in all direction both horizontally and vertically. This movement of air is basis of weather. അപ്പോൾ ഈ രീതിയിൽ കണ്ടക്ഷൻ കൺവെക്ഷൻ പ്രോസസ്സ് വഴി എർത്തിൻ്റെ അകത്തുള്ള ഈ ഹീറ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയർ പല ഡയറക്ഷനിലും മൂവ് ചെയ്യും. ബോത്ത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടലിയും മൂവ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടക്ഷൻ പ്രോസസ്സും അതുപോലെ എർത്തിൻ്റെ മൂവ്മെൻറ്റും കൊണ്ടാണ് ഈ ഒരു എയർ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റാണ് ശരിക്കും വെതറിൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്നത്. Weather is the atmospheric condition that exists for a short duration which can span over a few hours to number of days. Weather condition can fluctuate very often. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിലെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ്. അതൊരു ഷോർട്ട് ഡ്യൂറേഷൻസിലാണ് ഒക്കർ ചെയ്യുന്നത്. അത് കുറച്ച് മണിക്കൂർ മുതൽ കുറച്ച് ഡേയ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. ഈ വെതർ കണ്ടീഷനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, വെതർ കണ്ടീഷൻ ടൈം മാറുന്നതനുസരിച്ച് പല രീതിയിലായിട്ട് ഓഫണായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. ദി ആവറേജ് വെതർ ഓർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഓവർ എ ഫെയർലി ലോങ് പീരീഡ് ഓഫ് ടൈം ലൈക്ക് മന്ത്സ്, ഇയേഴ്സ് ഓർ ഈവൻ ഡെക്കേഡ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് കോൾഡ് ക്ലൈമറ്റ്. ഇനി നമ്മുടെ വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ നമ്മളൊരു ലോങ്ങർ പീരീഡിൽ പറയുവാണെങ്കിൽ, വെതർ ശരിക്കും പറയുന്നത് നമ്മൾ കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റിനെ പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ ഇതിനൊക്കെ പറ്റിയിട്ട് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് അറിയണം. അപ്പോൾ ആദ്യമേ നമുക്ക് ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചർ ഈസ് ദ ഇൻഡെക്സ് ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് സെൻസിബിൾ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഓർ ദ സ്പീഡ് അറ്റ് വിച്ച് ദ മോളിക്യൂൾസ് മൂവ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻസിബിൾ ചെയ്യാൻ പറ്റുന്ന ഹീറ്റിൻ്റെ ഇൻഡെക്സിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആക്ച്വലി ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹീറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയാണ് നമ്മൾ ടെമ്പറേച്ചറായിട്ട് പറയുന്നത്. വൈൽ ഇൻ എയർ ആൻഡ് വാട്ടർ മോളിക്യൂൾസ് കീപ്പ് ഓൺ മൂവിങ് ആൻഡ് ചേഞ്ചസ് their location very often
ആൻഡ് ഇൻ സോളിഡ്സ് ദ മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ വൈബ്രേഷൻ മൂവ്മെൻറ്റ്സ് ആൻഡ് നോട്ട് മൂവിങ്. എയറിലും വാട്ടറിലും ആണെങ്കിൽ മോളിക്യൂൾസ്, ഹീറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് അതിങ്ങനെ മൂവ് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോളിഡ് സ്റ്റേറ്റിലായിട്ടുള്ള ഹീറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ആ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ പറ്റില്ല, പകരം അത് വൈബ്രേറ്റ് ചെയ്യും. ദ സ്പീഡ് അറ്റ് വിച്ച് ദ വൈബ്രേഷൻ ടേക്ക് പ്ലേസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ടെമ്പറേച്ചർ. അപ്പോൾ ഏത് റേറ്റിലാണോ ഏത് സ്പീഡിലാണോ വൈബ്രേഷൻ നടക്കുന്നത് അതിനാണ് നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് പറയുന്നത്. എ ബോഡി ഹാവിംഗ് ഹയർ ടെമ്പറേച്ചർ ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇറ്റ് ഇൻ ടു അനദർ വൺ ഹാവിംഗ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലുള്ള ബോഡിക്ക് ലോ ടെമ്പറേച്ചറിലുള്ള ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ദ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് തെർമോമീറ്റർ ആൻഡ് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ഐദർ ഇൻ സെൽഷ്യസ്, കെൽവിൻ ഓർ ഫാരൻഹീറ്റ്. ഇപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് തെർമോമീറ്റർ എന്നാണ്. അത് ബേസിക്കലി 3 യൂണിറ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്: സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. Temperature variations in troposphere. The earth temperature varies in altitude and horizontal manner in troposphere. ട്രോപ്പോസ്ഫിയറിൽ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ആൾട്ടിറ്റ്യൂഡ് വൈസ് നടക്കാറുണ്ട്, ഹൊറിസോണ്ടൽ മാനറിൽ ട്രോപ്പോസ്ഫിയറിൽ നടക്കാറുണ്ട്. എ ഫെയർ നോളജ് അബൌട്ട് ദിസ് ആൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻസ് ഈസ് ഐഡിയൽ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റിനെയും വെതറിനെയും പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ആൾട്ടിറ്റ്യൂഡ് വൈസ് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, ഓൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻസ്. എങ്ങനെയാണ് ഓൾട്ടിറ്റ്യൂഡിലുള്ള വേരിയേഷൻസ് കൊണ്ട് ടെമ്പറേച്ചർ ചേഞ്ചസ് സംഭവിക്കുന്നു? ഇൻ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഇറ്റ് ഡിക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് -6.4 degree Celsius per kilometer. The rate at which the temperature decreases with height is called lap scale. The lap rate is not uniform and it varies due to the different conditions like pollution in atmosphere. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഇനി മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു റേറ്റിന് നമ്മൾ ലാപ്പ് റേറ്റ് എന്നാണ് പറയുന്നത്. ലാപ്പ് റേറ്റ് യൂഷ്വലി -6.4 degree Celsius per kilometer ആണ്. അതായത് ഗ്രൗണ്ട് സർഫസിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 6.4 degree Celsius കുറഞ്ഞിട്ടുണ്ടാകും. ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോഴും 6.4 degree Celsius വെച്ച് കുറയും. അപ്പോൾ ആ റേറ്റിന് നമ്മൾ ലാപ്സ് റേറ്റ് എന്നാണ് പറയുന്നത്. ഇനി ലാപ്സ് റേറ്റ് എല്ലായിടത്തും കോമൺ ഒരേപോലെ 6 degree Celsius വെച്ച് കുറയണമെന്നൊന്നുമില്ല. ഇപ്പോഴായിട്ട് പൊല്യൂഷൻസ് കൂടിയേക്കുന്നുണ്ട്, ഈ റേറ്റിൻ്റെ അത് നല്ല രീതിയിൽ വേരിയേഷൻസ് ഉണ്ട്. അടുത്ത ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ വേരിയേഷനാണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ടെമ്പറേച്ചർ ഈ ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ഇനി ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. The temperature varies at different times of the day at different locations due to various reasons and factors. അപ്പോൾ ടെമ്പറേച്ചർ ഒരു ദിവസം തന്നെ പല ലൊക്കേഷൻസിലും പല സമയത്തും പല റീസൺസും കൊണ്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇറ്റ് ഓൾസോ വേരീസ് അറ്റ് ഡിഫറെൻറ്റ് മന്ത്സ് ആൻഡ് സീസൺസ് ഓഫ് ദി ഇയർ. അതേപോലെ ടെമ്പറേച്ചറിന് പല സീസണിലും പല മന്ത്സിലും പല രീതിയിലാണ് ചേഞ്ച് ചെയ്യുന്നത്. എ ഫ്യൂ റീസൺസ് ഫോർ ദിസ് വേരിയേഷൻസ് ആർ ഡിസ്കസ് ബിലോ. അപ്പോൾ ടെമ്പറേച്ചർ ഹൊറിസോണ്ടൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന കുറച്ച് റീസൺസ് നമ്മൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ ഹവർ ഓഫ് എ ഡേ. മോർ സോളാർ എനർജി ഈസ് റിസീവ് ഡ്യൂറിങ് noon where the sun rays strike vertically overhead than hours in the morning hours when the rays strike at angle. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ന്യൂണിലാണ്, ഈവനിങ് ടൈമിൽ. കാരണം സൺറൈസ് വെർട്ടിക്കലി സ്ട്രൈക്ക് ചെയ്യുന്ന സമയമാണ് ഈവനിങ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചൂട് കൂടുതലായിട്ട് തോന്നും. നേരെ മറിച്ച് കാലത്ത് നമുക്ക് വെയിലുണ്ടെങ്കിലും സൺറൈസ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് പതിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ അത്ര ഹെവിയറായിട്ട് തോന്നാറില്ല. അടുത്തത് ഇൻസുലേഷൻ. ദ ഫിനോമിന ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് റെവല്യൂഷൻ ആൻഡ് റൊട്ടേഷൻ ഓഫ് എർത്ത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പകലും രാത്രിയും വരുന്നത് എർത്തിൻ്റെ റെവല്യൂഷനും റൊട്ടേഷൻ്റെ എഫക്റ്റായിട്ടാണ്. ഡ്യൂ ടു റെവല്യൂഷൻ 1/2 ഓഫ് ദ ഗ്ലോബ് ഈസ് എക്സ്പോസ് ടു സൺലൈറ്റ് ആൻഡ് ദ അതർ ഹാഫ് ഈസ് ഡാർക്ക്നെസ്. അപ്പോൾ എർത്തിൻ്റെ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരു ഹാഫ് റെവല്യൂഷനിൽ സംഭവിക്കുമ്പോൾ എർത്തിൻ്റെ ഒരു ഭാഗത്ത് സൺലൈറ്റ്, അതായത് ഡേ ടൈം ആയിരിക്കും, മറ്റേ ഭാഗത്ത് ഡാർക്ക്നെസ് അല്ലെങ്കിൽ നൈറ്റ് ആയിരിക്കും. ദ ടെമ്പറേച്ചർ ഓഫ് എനി ഗിവൺ ഏരിയ ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻസുലേഷൻ ഓഫ് ദാറ്റ് ഏരിയ. അപ്പോൾ ഏതൊരു ഏരിയയുടെയും ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ നടക്കുന്ന ഇൻസുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദ ലെങ്ത് ഓഫ് ഡേ ലൈറ്റ് ആൻഡ് ദ ആംഗിൾ അറ്റ് വിച്ച് ദ റൈസ് ഫോൾസ് ഓൺ ദ എർത്ത് ഓൾസോ ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ പർട്ടിക്കുലർ ഏരിയ. അപ്പോൾ അതേപോലെ തന്നെ ഡേ ലൈറ്റ് എത്ര ലെങ്ത്തിൽ ഡേ ലൈറ്റ് കിട്ടും,
അതുപോലെ തന്നെ ഏത് ആംഗിളിലാണ് സൺലൈറ്റ് എർത്തിലേക്ക് അടിക്കുന്നത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏതൊരു ഏരിയയിലും ടെമ്പറേച്ചർ നമുക്ക് പറയേണ്ടത്. അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ഇക്വേറ്റർ. ദ സൺറൈസ് സ്ട്രൈക്ക് പെർപെൻഡിക്കുലർ മാനർ അറ്റ് ദ ഇക്വേറ്റർ. അപ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ ഇക്വേറ്റർ മുകളിൽ കാണുന്നതിന് നമ്മൾ പോളാർ റീജിയൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇക്വേറ്റർ റീജിയനിൽ സൺലൈറ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. നിയർ ടു ദ പോൾസ് ഇറ്റ് സ്ട്രൈക്ക് അറ്റ് ആംഗിൾ. പോളാർ റീജിയൻസിൽ ഇത് ആംഗിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഡ്യൂ ടു ദിസ് ദ ഏരിയസ് ഫർദർ അവേ ഫ്രം ഇക്വേറ്റർ വിൽ എക്സ്പീരിയൻസ് ലെസ്സർ ടെമ്പറേച്ചർ ആസ് കമ്പയർഡ് ടു ഇക്വേറ്റർ ഏരിയ. അപ്പോൾ ഇക്വേറ്ററിൽ പെർപെൻഡിക്കുലറായിട്ട് ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ആയിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ. ഇക്വേറ്ററിൽ നിന്ന് മൂവ് ചെയ്യുന്നതനുസരിച്ച് സണ്ണിൻ്റെ റേസ് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അടുത്ത റീസൺ എന്ന് വെച്ചാൽ ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. ദ എർത്ത് ആക്സിസ് ഈസ് ടിൽറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി ടു ദ പ്ലെയിൻ ഓഫ് എലിപ്റ്റിക്. നമുക്കറിയാം എർത്തിൻ്റെ ആക്സിസ് എന്ന് വെച്ചാൽ 66 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ടിൽറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ദിസ് ടിൽറ്റ് ഈസ് മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ഇറ്റ്സ് ഓർബിറ്റ്. അപ്പോൾ എർത്ത് അതിൻ്റെ ഓർബിറ്റിൽ കൂടി എവിടെയൊക്കെ കൂടി കറങ്ങുന്നുണ്ടോ അവിടെയൊക്കെ ഈ ടിൽറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദിസ് ടിൽറ്റിംഗ് ഓഫ് ആക്സിസ് ലീഡ് ടു സീസണൽ വേരിയേഷൻസ്. അപ്പോൾ ഈ ഒരു ആക്സിസിൻ്റെ ടിൽറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല സീസണൽ വേരിയേഷൻസും കിട്ടുന്നത്. ഡ്യൂ ടു ദിസ് ദ മന്ത്സ് ക്ലോസർ ടു ജൂൺ ആർ സമ്മർ months. During this period, the northern hemisphere receives greater amount of solar energy and hence higher temperature. ഇതുകൊണ്ട് തന്നെ നമുക്ക് ജൂണിനോടടുത്തുള്ള മാസങ്ങളിൽ സമ്മർ സീസണാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ നമുക്ക് ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും കിട്ടുന്നത്. ദ പ്ലേസസ് നിയർ ടു ഇക്വേറ്റർ റിസീവ് മോർ സോളാർ എനർജി റിസൾട്ടിങ് ഇൻ ഹയർ ടെമ്പറേച്ചർ. അതേപോലെ ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന റീജിയനിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ എർത്ത് സർഫസ്. ഏത് ടൈപ്പ് എർത്ത് സർഫസിലാണോ ഈ സൺറൈസ് ഹിറ്റ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ ഹീറ്റിംഗ് ഓഫ് എർത്ത് സർഫസ് ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സർഫസ് ഇൻ ആൻ ഏരിയ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സർഫസ് ആണോ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര ഹീറ്റ് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, the rocky surface get heated rapidly while the water take considerable long time to heat up. ഇപ്പോൾ ഒരു റോക്കി സർഫസ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ പെട്ടെന്ന് ഹീറ്റഡ് അപ്പ് ആവും. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. നേരെ മറിച്ച് വെള്ളം ഉള്ള ഏരിയ ആണെങ്കിൽ അത് പതുക്കെ ആയിരിക്കും ഹീറ്റഡ് അപ്പ് ആവുന്നത്. ഇൻ സെയിം വേ ദ റോക്കി സർഫസ് ലൂസസ് ഹീറ്റ് റാപ്പിഡ്ലി ആസ് എഗെയിൻസ്റ്റ് വാട്ടർ വിച്ച് ലൂസസ് ഹീറ്റ് സ്ലോലി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും സൺലൈറ്റ് മാറുമ്പോൾ റോക്കി സർഫസൊക്കെ പെട്ടെന്ന് തണുക്കും. നേരെ മറിച്ച് ഈ ഹീറ്റഡ് അപ്പ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് തണുത്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇൻ എനി ഗിവൺ പ്ലേസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസസ് എക്സിസ്റ്റ്. ഹെൻസ് ദർ വിൽ ബി മിക്സ്ചർ ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോപ്പർട്ടീസ്. എർത്തിൻ്റെ ഏതൊരു റീജിയൻ എടുത്താലും പല ടൈപ്പ് ഓഫ് എർത്ത് സർഫസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഹീറ്റിങ്ങും കൂളിങ്ങും പ്രോപ്പർട്ടീസൊക്കെ അവിടുത്തെ ആ ഒരു ലൊക്കാലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞു, അതിനുശേഷം വെതറിനെ പറ്റിയിട്ട് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ അകത്ത് ടെമ്പറേച്ചറും പറഞ്ഞു.